ജയ് മോഹൻജി. നമസ്കാരം. ഗുരുപാതയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് സൈക്കിക് മീഡിയംഷിപ്പ്? ഹൃദയസ്പന്ദനങ്ങൾക്കിടയിലുള്ള നിശബ്ദതയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും മാർഗനിർദ്ദേശവും നൽകിക്കൊണ്ട് പിരിഞ്ഞുപോയ ആത്മാക്കളുടെ ശബ്ദം ഒരു സൈക്കിക് മീഡിയം കേൾക്കുന്നു. തെരേസ. അതീന്ദ്രിയ ജ്ഞാനമുള്ള വ്യക്തികൾക്ക് ദൈവീകമായിട്ടുള്ള ഉയർന്ന തലത്തിലെ ആത്മാക്കളുമായും മാലാഖമാരുമായി പരലോകത്തിൽ നിന്നുള്ളവരുമായും നേരിട്ട് സന്ദേശങ്ങൾ സ്വീകരിക്കുവാനും അവരെ കാണുവാനും സാധിക്കും. ഇത്തരത്തിൽ അതീന്ദ്രിയ ജ്ഞാനമുള്ള വ്യക്തികൾക്ക് അവരുടെ 5 ഇന്ദ്രിയങ്ങൾക്കും അപ്പുറം നിന്ന് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രത്യക്ഷപ്പെടുവാനും അപ്രത്യക്ഷമാകുവാനും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാനും നേരത്തെ പറഞ്ഞതുപോലെ പരലോകവുമായി ബന്ധപ്പെടുവാനും അവിടെ നിന്നുള്ള ആശയങ്ങൾ സ്വീകരിക്കുവാനും ഒക്കെ തന്നെ സാധിക്കുന്നതാണ്. ഒരു ആത്മാവിനെ കുറ്റം പറയുന്നത് വളരെ വലിയ ഒരു തെറ്റാണ്. അതുപോലെ ഉയർന്ന മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാത്മാവ് ബന്ധുക്കളുടെ പ്രാർത്ഥനയുടെ കുറവ് മൂലം അല്ലെങ്കിൽ കരച്ചിലും ശാപവാക്കുകളും മൂലം താഴേക്ക് വരുന്നതായി കാണാറുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ആത്മാവിൻ്റെ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രധാന ഊർജം എന്ന് പറയുന്നത് ഭൂമിയിൽ അവരുടെ പ്രിയപ്പെട്ടവർ അവർക്ക് നൽകുന്ന പ്രാർത്ഥനകളും നല്ല കുറച്ച് ഓർമ്മകളും ഒക്കെയാണ്. ഒരു കൺസൾട്ടേഷൻ നടക്കുക എന്നത് ആ ആത്മാവിൻ്റെ തീരുമാനമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട്, അതായത് ബന്ധുക്കളുമായിട്ട് എന്തെങ്കിലും സന്ദേശം കൈമാറണമെന്നുണ്ടെങ്കിൽ ആ ആത്മാവ് അവരുടെ മണ്ഡലത്തിലെ ഉയർന്ന കാവൽക്കാരായിട്ടുള്ള മാലാഖമാരുടെ അനുവാദത്തോടുകൂടി ഭൂമിയിലേക്ക് വരികയും ഇവിടെ ബന്ധുക്കൾ ഇതുപോലെയുള്ള ഏതെങ്കിലും സൈക്കിക് മീഡിയംഷിപ്പ് കഴിവുള്ള ആൾക്കാരുമായിട്ട് ഇടപെട്ട് അവരെക്കുറിച്ച് ഈ ബന്ധുക്കൾ അറിയാൻ ഇടയാവുകയും അങ്ങനെ ആ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വരികയും ചെയ്യും. അതൊരിക്കലും ഭൂമിയിലുള്ള ഈ ബന്ധുക്കളുടെ ഒരു തീരുമാനത്തിൻ്റെ മാത്രം പുറത്ത് നടക്കുന്ന ഒരു കാര്യമല്ല. ഈ കാര്യം മാഡം ആ ബുക്കിൽ പറയുന്നുണ്ട്. കൂടാതെ ആ ബുക്കിലെ അനുഭവങ്ങളെല്ലാം തന്നെ വളരെ നല്ല നല്ല അനുഭവങ്ങളാണ്. അതായത് ഈ ആത്മാവിൻ്റെ ശബ്ദത്തെ റെക്കോർഡ് ചെയ്യാം. ഇതുപോലത്തെ സൂക്ഷ്മമായ ശബ്ദങ്ങളെ നമുക്ക് നമ്മുടെ സാധാരണ ചെവി ഉപയോഗിച്ചൊന്നും അറിയാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മൊബൈലിൽ ഫോട്ടോ ആയിട്ട് നമുക്ക് അങ്ങനെ ലഭിക്കാൻ സാധിക്കും എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു. ഞാൻ കുംഭമേളയ്ക്ക് പോയ സമയത്ത് എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായി. അതായത് ഞാൻ കുംഭമേളയ്ക്ക് പോയിട്ട് അവിടെ ഗംഗാനദിയിൽ മുങ്ങി നിവർന്ന് സൂര്യന് നേരെ ജലം തർപ്പണം ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ എടുത്തു കഴിഞ്ഞ് വന്നു അന്നേരം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിച്ച ആ സമയത്ത് തന്നെ ഒരു കൂട്ട മണി മുഴങ്ങുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് പക്ഷേ ശരിക്കും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സൗണ്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടാണ് ഈ വീഡിയോ നോക്കിയത്. അപ്പോൾ എനിക്കങ്ങനെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് അപ്പം തന്നെ തോന്നി. പിന്നെ ഞാൻ ശ്രദ്ധിക്കാനായിട്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് ഒന്നും മിണ്ടിയില്ല അതിനെപ്പറ്റി. പക്ഷെ അപ്പം തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഇങ്ങനൊരു സൗണ്ട് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഈ വീഡിയോയിൽ മാത്രം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ കഴിയാത്തതാണ് എന്ന് മനസ്സിലായി.